അങ്ങനെ നമ്മുടെ 16ാം നിയമസഭയിലുള്ള MLA-മാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രോട്ടൈം സ്പീക്കറിന് മുന്നിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ MLA-മാർക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. നമുക്കൊരു MLA-ക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന ബേസിക് അലവൻസ് ആയിട്ട് ലഭിക്കുന്നത് വെച്ചാൽ വെറും 2000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും 2000 രൂപ മാത്രമേ ഇവർക്കുള്ളൂ എന്നാൽ അങ്ങനെയല്ല. ഈ 2000 രൂപയുടെ കൂട്ടത്തിൽ തന്നെ അവർക്ക് പല അലവൻസുകൾ അവർക്ക് ലഭിക്കാറുണ്ട്. അവരുടെ സ്വന്തം മണ്ഡലത്തിലേക്ക് വേണ്ടിയിട്ട് മണ്ഡലം അലവൻസ് ആയിട്ട് അവർക്ക് 25000 രൂപ ലഭിക്കാറുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ടെലഫോൺ അലവൻസ് ലഭിക്കാറുണ്ട്. 11000 രൂപയാണ് ടെലഫോൺ അലവൻസ് ലഭിക്കുക. അതിനൊപ്പം തന്നെ അവർക്ക് ട്രാവൽ അലവൻസ് ലഭിക്കാറുണ്ട്. 20000 രൂപയാണ് ട്രാവൽ അലവൻസ് ലഭിക്കുക. അതേപോലെ ഇൻഫർമേഷൻ അലവൻസ് ലഭിക്കാറുണ്ട്. 4000 രൂപയാണ് ലഭിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി അലവൻസ് ഉണ്ട്. 8000 രൂപയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടാതെ തന്നെ അവർക്ക് KSRTC ബസ്സുകളിലും ബോട്ടുകളിലൊക്കെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യം നൽകുന്നുണ്ട്. അതേപോലെ അവർക്ക് ബുക്ക് അലവൻസുകൾ മറ്റും ലഭിക്കുന്നുണ്ട്. ഇൻഷുറൻസ് മറ്റും ലഭിക്കുന്നുണ്ട്. അങ്ങനെ പല ആനുകൂല്യങ്ങളും ലഭിക്കുകയാണ് അവർക്ക് ചെയ്യുന്നത്. 70000 രൂപ വരെയാണ് അവർക്ക് അലവൻസ് ഇനത്തിൽ മാത്രമായിട്ട് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ MLA-മാരുടെ ആ ഒരു സാലറിയുടെ ആ ഒരു സ്ട്രക്ചറും സ്കെയിലും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ MLA ആരാണ് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.